ഈ സിനിമ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഇല്ലേ, സിഗരറ്റ് വലിക്കാൻ പാടില്ല, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നു. ആ ഡയലോഗ് പറയാൻ വേണ്ടി മാത്രമായിരിക്കും പുള്ളി സിഗരറ്റ് വായി നിർത്തി മാറ്റിയത്. പിന്നെ സിനിമ തുടങ്ങിയിട്ട് തീരണ വരെ പുള്ളിയുടെ വായിൽ നിന്ന് സിഗരറ്റ് മാറിയിട്ടില്ല. ദി ആക്ഷൻ സീക്വൻസസ് ഷെഫ്സ് കിസ്. കാണോ വേണ്ടതെന്ന് ചെറുതായിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേഗം പോയി കാണുക. ഐ ഡോണ്ട് തിങ്ക് യു വിൽ റിഗ്രറ്റ് ദിസ്. നല്ല എന്റർടൈനിങ് സിനിമയാണ്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം. I just got home from watching Marco. I know, it's a little surprising that I watched Marco given how much I loudly complain about Unni Mukundan. That being said, I've watched the movie, so you and I will sit together and review Marco. Let's go. New to my channel, ഞാൻ ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്തത് വാസ് ടു റിവ്യൂ ഹൊറർ മൂവീസ്, ഹൊറർ സീരീസ് ആൻഡ് സംടൈംസ് ടു ഡു ഹൊറർ ഷോർട്ട് സ്റ്റോറി നറേഷൻ മൈസെൽഫ്. അപ്പോൾ വലിയ ടെക്നിക്കൽ റിവ്യൂ ചെയ്യാനുള്ള വിവരമൊന്നും തൽക്കാലം എനിക്കില്ല. എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ഞാനത് ചെയ്യാം. ബട്ട് റൈറ്റ് നൗ ടെക്നിക്കൽ റിവ്യൂ അനാലിസിസ് ചെയ്യാനുള്ള വിവരമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ റിവ്യൂ ചെയ്യുന്നത് ജനറൽ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ഒരു സിനിമ എൻ്റർടൈനിങ് ആയിരുന്നോ അല്ലയോ, പിന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇത് പറയൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ആൻഡ് മൈ ജനറൽ റിവ്യൂ ഫോർമാറ്റ് ഇസ് ദാറ്റ് വീഡിയോയുടെ ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സിൽ ഐ വിൽ ജസ്റ്റ് സേ 1 or 2 ലൈനർ റിവ്യൂ. ഏതെങ്കിലും ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാണണോ വേണ്ടയോ എന്ന് ഐദർ ഡിറക്ഷനിലൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വളരെ ഷോർട്ട് റിവ്യൂ ഞാൻ പറയും, ഫോളോഡ് ബൈ എ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ. ഇന്ന് ബിക്കോസ് മാർക്കോ ഇസ് സ്റ്റിൽ ഫെയർലി ഫ്രഷ് ആൻഡ് റണ്ണിങ് ഇൻ ദ തിയേറ്റേഴ്സ്, ഐ എം നോട്ട് ഗോയിങ് ടു ഡു എ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്പോയിലേഴ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഐ വിൽ ഡു മൈ റെഗുലർ ഷോർട്ട് 1 ലൈനർ റിവ്യൂ ഫോളോഡ് ബൈ ലൈക്ക് എ ക്യാപ്സ്യൂൾ സമ്മറി ഓഫ് ഇറ്റ്. എന്നിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇസ് ദാറ്റ് ഇത് 1 ലൈനർ റിവ്യൂവിൻ്റെ ഭാഗമാണ്. ഐ എം ജസ്റ്റ് സേയിങ് ദിസ് ആസ് എൻ അഡെൻറ്റീവ് ടു മൈ റിവ്യൂ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൻ്റെ പുറത്ത് വന്ന ആൾക്കാരെല്ലാം പറഞ്ഞിരുന്നത് ഭയങ്കര വയലൻ്റ് ആണ്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. വയലൻസ് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ബീയിങ് സെഡ്, എന്നെ അധികം ബോദർ ചെയ്തിട്ടില്ല. ആൻഡ് ഐ വാച്ച് ഇങ്ങനത്തെ സ്റ്റഫ് എക്സ്ക്ലൂസീവ്ലി. ദർ വാസ് ജസ്റ്റ് 1 സീൻ ഇൻ വിച്ച് ഐ വാസ് സോർട്ട് ഓഫ് ഡിസ്റ്റർബ്ഡ്. എന്നിട്ട് പോലും ഇങ്ങനെ കണ്ണ് മാറ്റേണ്ട അവസ്ഥ ഉള്ള വയലൻസ് ഒന്നും എനിക്ക് സിനിമയിലുണ്ടെന്ന് തോന്നിയില്ല. ഇഫ് യു ഗൈസ് ഡിസഗ്രീ വിത്ത് മൈ ഒപ്പീനിയൻ, ഷുവർ, ദാറ്റ്സ് ഓക്കെ. വി ഷുഡ് ഓൾ കോ എക്സിസ്റ്റ് ഡിസ്പൈറ്റ് ദ ഡിഫറൻസസ് ഇൻ അവർ ഒപ്പീനിയൻ. എനിക്ക് സിനിമ ഭയങ്കര വലിയ വയലൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. 2 റീസൺ ഉണ്ട്. ഒന്ന്, കാണിക്കുന്ന ആക്ട് വയലൻ്റ് ആണെങ്കിലും ദേ ഹാവ് മാനേജ് ടു ക്യാപ്ചർ ഇറ്റ് ഇൻ എ ഫെയർലി എസ്തെറ്റിക് വേ. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, the action sequences, chef's kiss. I may have a lot of problems with Unni Mukundan, but we have to, as humans, we have to give credit where it's due. That man has done a phenomenal job action sequences. ബാക്കിയൊക്കെ അഭിനയം എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദ മൂവി വാസ് മാർക്കറ്റഡ് ആസ് എൻ ആക്ഷൻ മൂവി ആൻഡ് ഇറ്റ് ഹാസ് ഡൺ 100% ജസ്റ്റിസ് ടു ദാറ്റ് ജോൺറെ. മ്യൂസിക് ആണെങ്കിലും ഈ യൂസ് ഓഫ് വെപ്പൺസ് ആണെങ്കിലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും. ഈ ട്രെയിലർ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നെന്താണെന്നറിയോ, എൻ്റെ സ്വാമി അയ്യപ്പ, നിങ്ങളിത് എന്ത് പണിയാണ് ഈ കാണിച്ചേ? ലൈക്ക് ഹി ഹാസ് അണ്ടർഗോൺ ദിസ് 180-degree പേഴ്സണാലിറ്റി ചേഞ്ച്. ആ കണ്ട ആളേ അല്ല ഈ സിനിമയ്ക്കകത്തുള്ളത്. കംപ്ലീറ്റ്ലി റെക്ലെസ്. ഈ സിനിമ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഇല്ലേ, സിഗരറ്റ് വലിക്കാൻ പാടില്ല, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നു. ആ ഡയലോഗ് പറയാൻ വേണ്ടി മാത്രമായിരിക്കും പുള്ളി സിഗരറ്റ് വായി നിർത്തി മാറ്റിയത്. പിന്നെ സിനിമ തുടങ്ങിയിട്ട് തീരണ വരെ പുള്ളിയുടെ വായിൽ നിന്ന് സിഗരറ്റ് മാറിയിട്ടില്ല. ലൈനർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് 1 page റിവ്യൂ ആയിട്ടുണ്ട്. If you like action movies, please go watch it. And particularly if you're someone who likes Unni Mukundan even remotely, do not miss this in the theaters. I think it is one of his career best movies. നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. കാണാൻ താല്പര്യമുള്ളവർ നിൽക്കുക. സ്പോയിലേഴ്സ് ആസ് സച്ച് ഒന്നുമില്ല, ബട്ട് ഐ വിൽ ബി ലൈക്ക് ഹൈലൈറ്റിംഗ് എ ഫ്യൂ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. No spoilers. I think you can watch, but ഇത്രയും കേട്ടിട്ട് I think you should go into the movie with minimum, you know, inputs and knowledge about it in your head. കാരണം കൂടുതലും നമ്മൾ റിവ്യൂ കാണുന്നവരും നമ്മൾ ബയസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ശരിയാണ്, അതൊരു വളരെ വാലിഡ് ഫാക്റ്റ് ആണ്. അപ്പോൾ കാണണോ വേണ്ടതെന്ന് ചെറുതായിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേഗം പോയി കാണുക. ഐ ഡോണ്ട് തിങ്ക് യു വിൽ റിഗ്രറ്റ് ദിസ്. നല്ല എൻ്റർടൈനിങ് സിനിമയാണ്. ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഭയങ്കര പൊളിയാണ്. ലൈക്ക് ചില സീൻസ് ഒക്കെ ഐ വാസ് ലൈക്ക് ദിസ്, I couldn't take my eyes off of Unni Mukundan, and this is coming from a person who's not even that big of a fan of Unni Mukundan. എനിക്ക് പോലും അയാളുടെ അടുത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോവാം. ഈവൻ സ്പോയിലേഴ്സ് ഇല്ല, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഐ വിൽ ജസ്റ്റ് ഹൈലൈറ്റ് സം തിങ്സ് ദാറ്റ് ഐ റിയലി ലൈക്ഡ് ആൻഡ് സം തിങ്സ് ഐ ഡിഡ് നോട്ട് ലൈക്ക്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഒരുപാട് ആക്ഷൻ മൂവീസ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരാറുണ്ട്. എല്ലാത്തിനും ഒരു ഗ്ലോറിഫൈയിങ് ടോണാണ്.
ഈ തല്ലി കൊല്ലുന്ന ആളിങ്ങനെ ഹീറോനെ അയാൾ എന്തൊക്കെ ക്രൈം ചെയ്താലും അതൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷ്വൽ ഗ്ലോറിഫിക്കേഷൻ ഒരുപാടുള്ളതാണ്. ഈ സിനിമയ്ക്കകത്ത് അവർ ഇത്തിരി മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയലന്റ് ആണ്, അത് ഭയങ്കര എസ്തെറ്റിക്കലി ക്യാപ്ചറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദേ ഷോ ഇറ്റ് വെരി ക്ലിയർലി ദാറ്റ് ഇങ്ങനെ വെട്ടും കുത്തിനും ഒക്കെ ഇറങ്ങാൻ പോകുന്ന ആൾക്കാർ ദേ ഹാവ് എ ഹെവി പ്രൈസ് ടു പേ. ഒരു കമ്പാരിസൺ നമുക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ടേക്ക് ലിയോ വിച്ച് കെയിം ഔട്ട് റീസെൻ്റ്ലി. ലിയോൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഒരു ഫാമിലീനെ വല്ലാണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന, ഫാമിലി യൂണിവേഴ്സിൻ്റെ സെൻറ്ററാക്കി വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ ഫാമിലി അപ്പോൾ വെൻ someone threatens his family, he goes to like absolute all extents to make sure that the family is protected, and you see that the family does not even get scratched, right? So that is there in most action movies that I have seen. എല്ലാത്തിലും ഇങ്ങനെ ഫാമിലിനെ ത്രെട്ടൻ ചെയ്യാൻ വരുമ്പോൾ ഫാമിലിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഹീറോ എല്ലാവരും ഇടിച്ച് പരത്തി പഞ്ചറാക്കി അവസാനം ജയിച്ചു വരുന്നു. ഇതിൽ അതില്ല. സോ ഈവൻ ഇൻ ദിസ് മൂവി മാർക്കോ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അയാളുടെ ഫാമിലിയാണ് എല്ലാം, ആൻഡ് ഇറ്റ് ഇസ് ഫോർ ഹിസ് ഫാമിലി ദാറ്റ് ഹി ബിഹേവ്സ് ലൈക്ക് എൻ അൺഹിഞ്ച്ഡ് മേനിയാക്ക്. ഫാമിലിനെ ആരെങ്കിലും ത്രെട്ടൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിയാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മേലും താഴെ നോക്കാതെ പുള്ളി കയറി വെട്ടും കുത്തും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ബാക്കി ആക്ഷൻ സിനിമകളിലൊക്കെ ഈ ഫാമിലിക്ക് പോറൽ പോലും ഏൽപ്പിക്കാത്ത വരുന്ന ആ ഒരു അപ്രോച്ചൊന്നും മാർക്കോയിലില്ല. മാർക്കോ വെട്ടിനും കുത്തിനും ഇറങ്ങുന്നു, ആൻഡ് ഹി പേസ് എൻ എക്സ്ട്രീംലി ഹെവി പ്രൈസ് ഫോർ ഇറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ദ റിയാലിറ്റി. ഈ നമ്മൾ മലയാളികളൊക്കെ പറയില്ലേ വാളെടുത്ത ആൾ വാളാൽ തന്നെ വീഴുന്നു, അതവർ ഒരു ദാക്ഷിണ്യം ഇല്ല, അത് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വെപ്പണൊക്കെ എടുത്ത് ഗുണ്ടയാവാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു കം ബാക്ക് ടു യു ആൻഡ് യു വിൽ പേ എ പ്രൈസ് ദാറ്റ് യു ക്യാൻ നോട്ട് ഈവൻ ഇമാജിൻ. ആ ഒരു ഒറ്റ മെസ്സേജിന് തന്നെ മാർക്കോ ഹാസ് മൈ റെസ്പെക്ട്. അത് ആക്ഷൻ മൂവീസിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് ഇസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ ഫോർ യു ടു ക്രിയേറ്റ് ഗ്രഡ്ജസ് all over your town and then protect like 5-6 members of your family. They're going to find ways to get back to you. They're going to weaponize every single individual in your family and use that for leverage. Our reality nalla clear aayittu kaanichittunde, and I loved it. Yeah, so that was highlight number 1. It was a big fat positive. രണ്ടാമത്തെ പോസിറ്റീവ്, ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ടെക്നിക്കലി പറയാനൊന്നും അറിയത്തില്ല, ബട്ട് ദാറ്റ് ബീയിങ് സെഡ്, രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ദ മ്യൂസിക്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ്. ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ആണോ അതോ സൗണ്ട് എഞ്ചിനീയറിൻ്റെ മിടുക്കാണോ, ഐ ഫെൽറ്റ് ദ സൗണ്ട് ഇൻ മൈ കിഡ്നീസ്. ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വെപ്പണറി ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് ദിസ് വൺ ഷോട്ട് വെർ ഹീ സ്വിങ്ങിങ് എൻ ആക്സ്. ആ ഷോട്ട് തന്നെ ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട്സ് ഇൻ ദ മൂവി. അയാൾ സ്വിങ് ചെയ്യുമ്പോൾ ഹിസ് ബോഡി ലാംഗ്വേജ്, അയാളുടെ മസിൽ, ആക്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ കൂടെ ഒരു സ്വിഷിങ് സൗണ്ട്, ആൻഡ് ഐ ഹേർഡ് ഇറ്റ് ഫ്രം ബിഹൈൻഡ് മീ. And it was like, oof, goosebumps. Sound engineering, spot on. Background tracks, spot on. എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരുപാട് ഇടിയും ബഹളമുള്ള മ്യൂസിക് ഇഷ്ടമുള്ള ആളല്ല. ഐ എം മോർ ഓഫ് ലൈക്ക് എ ഗസൽ പേഴ്സൺ. ബട്ട് എനിക്ക് പോലും ലൈക്ക് ഇറ്റ് ഗോട്ട് മൈ അഡ്രിനലിൻ പമ്പിങ്. സോ യാ, എക്സ്ട്രാ ബ്രൗണി പോയിന്റ്സ് ഫോർ ദ സൗണ്ട് എഞ്ചിനീയർ ആൻഡ് ഹു എവർ കമ്പോസ് ദ മ്യൂസിക്. And finally, the third positive what I felt was, yes, ഞാൻ already പറഞ്ഞു, the action sequences themselves. Whew. So there is this one scene where he's going to retrieve a person from a guest house in Fort Kochi, and it looks like a single shot. He's just going up the stairs. But if it is a single shot, I think Unni Mukundan deserves a standing ovation. His acting is like one aspect of it. സൗണ്ട്, ആൾക്കാരെ ഇടിക്കുന്ന എല്ല് ക്രഞ്ച് ചെയ്യുന്ന സൗണ്ട് തൊട്ട് ഈ വെട്ടും കുത്തും കൊള്ളുമ്പോൾ ആൾക്കാരുടെ ആ മഫിൾഡ് ക്രൈയിങ് വരെ നല്ല അടിപൊളിയായിട്ട്, like the whole thing was like an entire package. Other stellar choreography, action sequences. I would even say that this has outdone some of like the Hollywood movies. Action was phenomenal. Like കണ്ടെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചില സീൻസിലൊക്കെ. ആ സ്റ്റെപ്പ് അയാൾ കയറി മുകളിൽ ടെറസിൽ എത്തണ വരെ ഐ സാറ്റ് ലൈക്ക് ദിസ് without taking my eyes off of that gentleman. ഈ ബ്ലഡും കാര്യങ്ങളും കൈയും കാലും ഒക്കെ അവിടെ പീസസ് ഒക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്, ബട്ട് എന്നാൽ പോലും ലൈക്ക് ഉണ്ണി മുകുന്ദൻ ഇൻ ദ സെന്റർ ഓഫ് ഇറ്റ് ഹാസ് ഡൺ സ്റ്റുപെൻഡസ് ജോബ്. എല്ലാ ആക്ഷൻ സീക്വൻസസും ഉണ്ട്, ഈവൻ വൺസ് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ഉണ്ണി, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആക്ഷൻ സീക്വൻസസും എല്ലാം വളരെ നന്നായിട്ട് കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാം വയ്യ. വി ഓൾ ഹാവ് ഡിഫറൻസസ് വിത്ത് ആക്ടേഴ്സ് ഇൻ ദ മൂവി. മീ പേഴ്സണലി അതിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ആക്ടറിനെ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ ഞാൻ തല്ലും. എനിക്ക് അത്രയധികം പ്രശ്നങ്ങൾ ആ മനുഷ്യനായിട്ടുണ്ട്. ഹി ഡസൻ നോ ഓഫ് മൈ എക്സിസ്റ്റൻസ്, ബട്ട് ആസ് എ സെലിബ്രിറ്റി ആൻഡ് ആസ് എ ഹ്യൂമൻ ഐ തിങ്ക് ഹി ഈസ് ക്വസ്റ്റ്യനബിൾ. സോ യാ, it was difficult for me to watch a movie that he was involved in. That being said, I have to give credit where it's due. The movie is good.
നൗ വി വിൽ ടോക്ക് അബൌട്ട് ദ നെഗറ്റീവ്സ്. അങ്ങനെ പറയത്തൊക്കെ ഭയങ്കരമായ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് മാത്രം ഈ സിനിമ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഹൈലി എൻ്റർടൈനിങ്. അത് അവിടെ വിടാവുന്ന കാര്യമേ ഉള്ളൂ. ദാറ്റ് ബീയിങ് സെഡ്, ബിക്കോസ് ഐ ഹാവ് ടു നെറ്റ് പിക്ക്, ഉണ്ണി മുകുന്ദൻസ് ക്യാരക്ടർ സീംഡ് ഇൻകൺസിസ്റ്റൻറ്റ്. തുടക്കത്തിൽ അയാളെ പോർട്രേ ചെയ്യുന്നതും ബാക്കി ആൾക്കാർ പുള്ളിനെ പറ്റി പറയുന്നതും ഇസ് ദാറ്റ് ഹീ ഈസ് എൻ അൺഹിഞ്ച്ഡ് സൈക്കോപാത്ത്. ഹീ കനോട്ട് സ്റ്റോപ്പ് ഇഫ് ഹീ സ്റ്റാർട്ട്സ് committing violence. ഒരാൾ അടിക്കാനോ അല്ലെങ്കിൽ ഒരു if he gets into a fight he cannot stop. It's like rage has taken over his entire personality. ഇടി കുത്ത് എല്ലാം കഴിഞ്ഞ് unless there is like absolute decimation of Thanos he cannot stop. അങ്ങനെയുള്ള ഒരാൾ ഒരു പെർട്ടിക്കുലർ ഒരു ട്വിസ്റ്റിൽ വരുമ്പോഴേക്കും ഇയാൾ ഒരുത്തനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ടീമിലുള്ള ഒരാൾ ഉണ്ണി മുകുന്ദൻ ആവശ്യമുള്ള ഒരു ക്യാരക്ടറിനെ ലെവറേജ് ആയിട്ട് പിടിച്ചു വെക്കും. And he says, if you hurt my guy, I'm going to hurt your person. Okay? Standard deadlock. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട്, മാർക്കോയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട്, വായ മെസ്സേജ് ഉണ്ണിമുകുന്ദൻ മാർക്കോയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് മാർക്കോ കൂടെ ലൈക്ക് ഇവിടെ ഉള്ള ആൾക്ക് രണ്ട് പൊട്ടിച്ചിട്ട് പറഞ്ഞാൽ തനിക്ക് ഇവനെ വേണമെങ്കിൽ ആ ആളെ തിരിഞ്ഞോട്ട് വിട്. അത് അവിടെ തീരാവുന്ന ഒരു സിമ്പിൾ ഊനോ റിവേഴ്സ് ആയിരുന്നു. ദാറ്റ് വാസ് എ ഫസ്റ്റ് ഇൻകൺസിസ്റ്റൻസി. ഹി കൈൻഡ് ഓഫ് ഷോഡ് കമ്പാഷൻ and buddhi ഉപയോഗിച്ച് ആക്ട് ചെയ്തു. And Marco wasn't shown as someone who has like a properly functional brain. His frontal lobe is effed. Like he's impulsive. Rage decides what he does. And very often he's like high on adrenaline. ആലോചിക്കലൊന്നുമില്ല, എല്ലാം ചാടിക്കറി ചെയ്യലാണ്. Which was inconsistent at this one point. രണ്ടാമത്തെ നെഗറ്റീവ് is the dialogues. എനിക്ക് ആ എൻറ്റയർ മൂവിയിൽ ആകെ ഇച്ചിരി ആയിട്ട് തോന്നിയത് ഡയലോഗ്സ് ആണ്. ഭയങ്കര പഴഞ്ചെന്നല്ല, ഒരു ഈ ഡയലോഗിൽ പഞ്ച് വരാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്ത്. സാധാരണ മനുഷ്യരൊന്നും ഇങ്ങനെ സംസാരിക്കില്ല. ഈവൻ ഇഫ് യു ആർ എ ഗുണ്ട, യു ആർ നോട്ട് ഗോയിങ് ടു ഗോ ടു എ പേഴ്സൺ ആൻഡ് സേ എൻ്റെ അനിയനെ കൊന്നവനെ ഞാൻ മണ്ണിൽ മൂടും, എൻ്റെ അനിയനെ കൊന്നവരെ എല്ലാവരെയും ഞാൻ കൊല്ലും. യു ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. കൊല്ലാനാണെങ്കിൽ അങ്ങ് പോയി കൊല്ലും, അത് അത്രേ ഉള്ളൂ. ബട്ട് യു ഡോണ്ട് മേക്ക് എ തിയേറ്ററിക്കൽ അനൗൺസ്മെന്റ്. ആൻഡ് ഇറ്റ് വാസ് ഡെലിവേർഡ് ഇൻ എ റിയലി വിയേർഡ് വേ. എനിക്ക് ചെറുതായിട്ട് പണ്ടത്തെ സ്റ്റേജ് ഡ്രാമ ഒക്കെ ഓർമ്മ വന്നു. Not only are the dialogues written in a weird old Malayalam way, but they're also delivered in like പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ടോണൊക്കെ മാറ്റി പറയുന്ന ഒരു ഇതുപോലെ തോന്നി. ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. It's not the kind of Malayalam that normally comes. So I don't know which part of Kerala all of these characters are from. I'm from Ernakulam. I don't live there. I have not been living there. So പുതിയതായിട്ട് വന്ന ആക്സെന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഡയലോഗ്സിലെ അപാകതയും ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറിലെ ഇൻകൺസിസ്റ്റൻസീസും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ദ മൂവി വാസ് ടോപ്പ് നോച്ച്. Yeah, I know. It is rare of me to go watch an Unni Mukundan movie in a theatre. But like I said, we have to give credit where it's due. And you and I, നമ്മൾ മലയാളികൾക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ആക്ടർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഒറ്റയ്ക്കോ അല്ല ഈ സിനിമ ഉണ്ടാക്കിയത്. കാസ്റ്റും ക്രൂ ആയിട്ട് 100,000 ആൾക്കാർ ഈ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ആൻഡ് probably not fair to them to not watch this movie just because you have personal differences with 1 or 2 people in the movie. അപ്പം ആ സെയിം അപ്രോച്ച് തന്നെ ഞാനും എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പോയി സിനിമ കണ്ടത്. എൻ്റർടൈനിങ് ആണോ? വളരെ എൻ്റർടൈനിങ് ആണ്. ഇസ് ഇറ്റ് വെൽ മെയ്ഡ്? യെസ്. ആർ ദ സീക്വൻസസ് ആൻഡ് ആക്ഷൻ ആൻഡ് എവറിത്തിങ് ഗുഡ്? ദേ ആർ ഗ്രേറ്റ്. എനിക്ക് വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഗ്രൂ അപ്പ് പ്ലേയിങ് എ ലോട്ട് ഓഫ് traditional games. So every time someone said Marco, my brain went Polo. ഷാജി ഏട്ടാ ഇവിടെ അരുതബു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എനിക്ക് ആക്ച്വലി പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാനുണ്ട്. ഇതൊക്കെ എന്തിനല്ലേ നിങ്ങളോട് പറയണേ? ആ മീം ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത വയലൻസ് ഒന്നുമില്ല. ഈ ആൾക്കാരൊക്കെ എന്തിനാ ഇത്രയും അയ്യോ എനിക്ക് വയ്യേ എനിക്ക് ശബ്ദിക്കാൻ വേണ്ടി കണ്ടിരിക്കാൻ പറ്റുന്ന വയലൻസ് ഒക്കെ ഉള്ളൂ. വയലൻസ് ഉള്ളതും അവർ നല്ലോണം എസ്തെറ്റിക്കലി നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല ക്യാമറ ആംഗിളൊക്കെ ഇട്ട് നല്ല അടിപൊളി പാക്കേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. So yeah, my review is that you should go watch the movie. I know it's strange that I'm asking you to go watch an Unni Mukundan movie, but yeah, my mom likes him by the way. Yeah, my mom's a huge fan of that guy. Appo okay, Merry Christmas, Happy New Year. Bye.